ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ജയുടെ ബർത്ത്ഡേ ആണ്. കറക്റ്റ് 12 മണിയാകുമ്പോൾ തന്നെ അവൻ്റെ അമ്മയും അച്ഛനും ബർത്ത്ഡേ കേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൻ്റെ 29ാമത്തെ ബർത്ത്ഡേ ആണ്. പാരൻസ് എന്തെങ്കിലും ആഗ്രഹം പറയാനായിട്ട് പറയുമ്പോഴത്തേക്കും ഇവൻ മനസ്സിൽ ജിന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അവൻ 30ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും അവൻ്റെ ബർത്ത്ഡേ കേക്കും പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ജിന്ന് നിൽക്കുന്നതായിട്ടും അവൻ കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവൻ കണ്ടൊരു സ്വപ്നമാണ്. അങ്ങനെ ആ ഒരു സ്വപ്നം കാണുന്നതും അവൻ ഇങ്ങനെ പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം ജിന്ന് തൊട്ടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ജിന്നാണെങ്കിൽ പെട്ടെന്ന് എന്ത് പറ്റുന്നതിന് സ്വപ്നം കണ്ടോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലല്ല, ഇങ്ങനെ അല്ലാതെ ഉണർന്നതാണെന്ന് ജയ പറയുന്നുണ്ട്. ജിന്നപ്പോൾ നീ പേടിക്കേണ്ട, സ്വപ്നത്തിൽ കാണുന്ന പോലെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ജയ ആ സമയം നിനക്കൊന്നും സംഭവിക്കാനായിട്ട് ഞാനും സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. പിന്നെ അടുത്ത ദിവസം ജയ ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് അവൻ കണ്ട സ്വപ്നങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവൻ കാണുന്ന സ്വപ്നം അനുസരിച്ച് ജിന്നിൻ്റെ അമ്മ മരിക്കും. അത് കഴിഞ്ഞ് ജിന്നാണെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെയോ പോയി കളയും. പിന്നീട് 7 വർഷം കഴിഞ്ഞ് ഇവർക്ക് 30 വയസ്സാകുമ്പോൾ ജിന്ന് തിരിച്ചു വരും. പക്ഷേ അതിനുശേഷം ജിന്നിന് ഒരു ആക്സിഡൻറ്റ് പറ്റി അവൻ മരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ അവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് അവിടെ പുറത്ത് ജിന്നിൻ്റെ ബഹളം കേൾക്കുന്നത്. അങ്ങനെ പോയി നോക്കുമ്പോൾ ജിന്നും അവൻ്റെ അമ്മയും കൂടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ അവരെ വീട്ടിൽ നിന്ന് കളിക്കുന്നതാണ് ഇവൻ കാണുന്നത്. ഇവ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ ജിന്നാണെങ്കിൽ എന്താണ് നോക്കുന്നത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അമ്മയുടെ മിണ്ടായിരിക്കണം, നീ അവൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ജയിൻ്റെ അടുത്ത് നീ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് വാനിനെ ഫാമിനെയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ തന്നെ മോഡലായിട്ടിരിക്കാനായിട്ട് നീന എന്നും പറഞ്ഞിട്ടൊരു പെൺകുട്ടി വാനിനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ട് മോഡലിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടിനും കൂടെ ആയിട്ടാണ് വാൻ പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയും വാനും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തൊക്കെ സംസാരിച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും വാനും ആ ഒരു പെൺകുട്ടിയും കൂടെ ആയിട്ട് ഫാമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി, ഇത്രയും ലേറ്റ് ആവുന്നതാണൊട്ടും വിചാരിച്ചില്ല എന്നൊക്കെ തന്നെ ഫാമിൻ്റെ അടുത്ത് നീന പറയുന്നുണ്ട്. ഫാമ ഇങ്ങനെ നമുക്ക് പോയാലെന്നൊക്കെ ഇങ്ങനെ വാനിനോട് ചോദിച്ചിട്ട് വാനിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് വാനാണെങ്കിൽ ഇന്ന് താൻ കുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നുകൊണ്ടേ തന്നെ അവൻ കുക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ അവന് കുക്കിംഗ് ഇറങ്ങിയോടാത്തതുകൊണ്ട് തന്നെ എല്ലാം പൊളിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഫാം കയറിയിട്ട് അവനാണ് കുക്കിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയം ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടി ഇരിക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് ഫാം പറയുന്നുണ്ട്. വാനപ്പോൾ നീ പെട്ടെന്ന് ഇങ്ങനെ സീരിയസ് ആവുന്നത് അത്ര സീരിയസ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ എനിക്ക് സീരിയസ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്ക് അതൊക്കെ വിട്ട് വാങ്ങിയേക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ജിമ്മിലോട്ട് പോയാലോന്നും ഇവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ജിമ്മിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വാനാണെങ്കിൽ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലേ, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യിപ്പിക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ ഫാമിൻ്റെ മടിയിലേക്ക് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജിന്നിനെയും ജയിനെയുമാണ്. ജയ് ഇപ്പോൾ ജിന്നിൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് പകരമായിട്ട് അവൻ പാത്രമൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കുകയാണ്. ആ സമയം ജിന്നവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് ജിന്ന് ചോദിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ കാര്യം നിൻ്റെ പാരൻസിനെയും എൻ്റെ പാരൻസിനെ അറിയിച്ചാലോ, ഇപ്പോൾ തന്നെ അവർക്ക് ഡൗട്ട് അടിച്ച് തുടങ്ങി കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പറഞ്ഞാലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ജയാണെങ്കിൽ അന്ന് നൈറ്റ് ജിന്നിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പോയി കുളിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ അവൻ കണ്ട സ്വപ്നങ്ങളുടെ കുറേ ഇമേജസ് അവനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവൻ്റെ മൈൻഡിൽ വന്നു പോകുന്നുണ്ട്. അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനും തുടങ്ങുന്നുണ്ട്. അത് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് കുളിച്ചിറങ്ങിയ ശേഷം ജിന്നിൻ്റെ അടുത്ത് ഇതുപോലെ ബ്ലഡ് വരുന്നു, നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജിന്നെ നീ ഓക്കെ, നിനക്ക് വേറെ ഏതെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, ഞാൻ പോയി ഐസ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഐസ് എടുത്തിട്ട് വരുന്നുണ്ട്. അവൻ ആ ഒരു ഐസ് മൂക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഗൂഗിൾ ചെയ്ത് നോക്കുന്നുണ്ട് ഇതുപോലെ നോസ് ബ്ലീഡിങ് ഒരുപാട് നേരം വന്നുകൊണ്ടിരുന്ന എന്താ സംഭവിക്കാന്നൊക്കെ. അപ്പോൾ ഡോക്ടറിനെ പോയി കാണണമെന്നൊക്കെ അതിൻ്റെ അത് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ജിന്നാണെങ്കിൽ ജയിനോട് പറയാണ്. ജയ ആ സമയം നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഈ നേരത്താണോ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ ചോദിക്കുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്, നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ നിന്നെ കാണാൻ എക്സ്ട്രാ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. അന്ന് നൈറ്റും ജയ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതിൽ ജിന്നിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവനിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് ജയാണെങ്കിൽ ജിന്നിനോട് പറയുന്നുണ്ട്, നിനക്കൊന്നും സംഭവിക്കത്തില്ല, നീ ഓക്കെ ആവും, ഞാനാണെങ്കിൽ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, നീ എന്നെ വിട്ട് പോകരുതെന്നൊക്കെ. എന്നാൽ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ ജിന്നാണെങ്കിൽ മരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ജയയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനായിട്ട് തുടങ്ങുകയാണ്. ജിന്നിനെ ടെൻഷനാക്കാതിരിക്കാനായിട്ട് ഇവനാണെങ്കിൽ ജിന്നിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഈ കാര്യം പറയുന്നില്ല. ജിന്നാണെങ്കിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണാതിരിക്കാനായിട്ട് ഇവൻ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവന് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജിന്നാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ പല്ലേക്കാനൊക്കെ നിൽക്കുന്ന സമയം അവൻ്റെ ഷർട്ടിൽ കുറച്ച് ബ്ലഡായിരിക്കും ഇവൻ കാണുന്നുണ്ട്. അപ്പോൾ ജിന്ന് വിചാരിക്കുന്നുണ്ട് ബ്ലഡോ ഇത് എവിടെ നിന്ന് വന്നു എന്ന് കരുതിയിട്ട് അവനെ തന്നെ ഫുൾ ചെക്ക് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും മുറിവുണ്ടോ എന്നൊക്കെ. നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അവനങ്ങനെ നേരെ ജയിൻ്റെ അടുത്തേക്ക് പോവാണ്. ജയ് ഇതിനായിട്ട് ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ജയിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും ജയുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡൊക്കെ വന്നിട്ട് അവൻ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നതാണ് ജിന്ന് കാണുന്നത്. അങ്ങനെ ജിന്നുണ്ടെ തന്നെ ജയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൻ ഭയങ്കര ടെൻഷനായിട്ട് തന്നെ ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ ചെക്കപ്പ് ചെയ്തിട്ട് യാതൊരു പ്രശ്നവും കാണുന്നില്ല, അവന് തീരെ ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിന്നങ്ങനെ ജയ്ക്ക് അപ്പോൾ ബോധം വരുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നിരിക്കുന്നുണ്ട്. ഇതേസമയം വാനിനെ ഫാമിലിയെ കാണിക്കുവാണെങ്കിൽ അവരിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. മായയും തൊട്ടടുത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജിന്നും ജയ്യും ക്ലാസ്സിൽ വരാത്തതെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാൻ പറയുന്നുണ്ട്, കുറച്ചുകൂടി ജിന്ന് വിളിച്ചിട്ട് ജയ്ക്ക് വയ്യ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവുന്നുണ്ടല്ലോ, എന്തായിരിക്കും കാര്യമെന്നും അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട്.
ആ ഒരു ടൈമിന് മായി പറയുന്നുണ്ട് ചിലപ്പോൾ ജയ കഴിക്കുന്ന ഫുഡിൽ ജിന്നാണെങ്കിൽ ഡെയിലി വല്ല വിഷവും കലക്കുന്നുണ്ടെങ്കിലോ ജയാണെങ്കിൽ പതുക്കെ പതുക്കെ മരിച്ചു വെക്കൊണ്ടിരിക്കുകയാണെങ്കിലോ മേ ബി അതുകൊണ്ടായിരിക്കുമോ ജിന്നാണെങ്കിൽ ജയിനെ ഇപ്പോൾ അവനെ കൂടെ നിർത്താനായിട്ട് സമ്മതിക്കുന്നത്. ദൈവമേ അവനങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ട്. ആ സമയം ഫാമാണെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കട്ടെ കുറേ ഡ്രാമയും കണ്ടിട്ട് ഇവിടെ വന്നിരുന്ന് ഓരോന്ന് പറയണം അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാൻ ചുമ്മാ അറിയല്ലേ നീ എന്തിനാ ഇങ്ങനെ എന്നെ പേടിപ്പിച്ചോണ്ട് നോക്കുന്നേ നോക്കിക്കേ വാൻ അവൻ എന്നെ പേടിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മായാണെങ്കിൽ വാനിൻ്റെ അടുത്ത് ക്ലോസായി ചെന്നിരിക്കുന്നുണ്ട്. ഫാമാണെങ്കിൽ ഇത് അവൻ്റെ അടുത്ത് നീങ്ങിയിരുന്ന് ഇങ്ങനെ കയ്യൊന്നും ഇട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും മായാണെങ്കിൽ ഞാൻ ഇനി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വാൻ്റെ കവളിൽ ഒരു കിസ്സും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ടൈം ഫാമാണെങ്കിൽ ഇത് മാറിയിരുന്നേ മുമ്പാണെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു എന്നാൽ ഇനി പറ്റത്തില്ല കാരണം ഞാനും വാനും ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മായാണെങ്കിൽ ബോയ് ഫ്രണ്ട്സോ ഇതൊക്കെ എപ്പോന്നും പറഞ്ഞിട്ട് അവൻ ഞെട്ടുന്നുണ്ട്. ആ ഒരു ടൈമിലാണെങ്കിൽ വാൻ പെട്ടെന്ന് നീ എന്താ പറയുന്നത് ഫാം ചുമ്മാ ഇങ്ങനെ തമാശയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം മറച്ചു വയ്ക്കാനായിട്ട് വാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫാമിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാം ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കാര്യം സീരിയസ് ആയി എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും വാനും പുറകെ അറിഞ്ഞിട്ടങ്ങ് പോവുകയാണ്. വാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫാം ഓൾറെഡി അവൻ്റെ കാറും എടുത്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വാൻ പോയിട്ട് കാറിൻ്റെ മുന്നിൽ നിന്ന് അവനെ തടയുന്നുണ്ട്. അവനും കാറിൽ കയറാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഫാം സമ്മതിക്കുന്നില്ല. ഫാം അതിന് മുന്നേ തന്നെ കാർ എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജിന്നിനെയും ജയിനെയുമാണ്. ഇപ്പോൾ ജയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ജിന്നാണെങ്കിൽ ജയിനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജയപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം നമ്മുടെ പാരൻസിനെ ആരെയും അറിയിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ അറിയിച്ചില്ല വെറുതെ അവർ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതി എന്ന് പറയുന്നുണ്ട്. ആ സമയം അതെന്തായാലും നന്നായി തിരിച്ച് ജയ പറയുന്നുണ്ട്. ജിന്നപ്പോൾ വേണ്ട ഇനി എങ്ങനെ ഇങ്ങനെ വയ്യാതെ കഴിഞ്ഞാൽ ശരിയായിക്കളെ എന്തിനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു എന്തുമാത്രം ഞാൻ ടെൻഷനായി പോയി നിനക്ക് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജയ ആ സമയം ഓക്കെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നിക്കും എന്നൊരു ദിവസം ഉണ്ടാകുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫ് ലോങ് മൊത്തം വെറുത്തോണ്ട് തന്നെ ഇരിക്കുമെന്ന്. ആ ഒരു ഡയലോഗ് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജയാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം ജയ കണ്ട സ്വപ്നത്തിലും ജിന്നാണെങ്കിൽ ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജയാണെങ്കിൽ അതിപ്പോൾ ജിന്നിനോട് പറയാനൊന്നും നിൽക്കുന്നില്ല. ആ സമയമാണ് ഇവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് മായി വരുന്നത്. മായി വന്നിട്ട് ഇതിനൊക്കെ ഓക്കെ അല്ലേ ജയ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ വാനും ഫാമും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും അവർ തമ്മിൽ ഇപ്പോൾ അടിയായെന്നും അതുപോലെ തന്നെ ഫാമിനാണെങ്കിൽ വാനിനെ നേരത്തെ ഇഷ്ടമാണെന്നുള്ള കാര്യമെല്ലാം തന്നെ പറയുന്നുണ്ട്. ആ സമയം ജിന്നിനും ഫാമിനും നേരത്തെ വാനിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന വാനിനെയാണ്. വാൻ നൈറ്റ് ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു നേരം കൊണ്ട് തന്നെ ഫാമാണെങ്കിൽ കുളിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാൻ ചെന്നിട്ട് കുളിക്കുന്നുണ്ട്. അവനും വന്ന് കിടക്കുന്നുണ്ട്. കിടക്കുന്ന ടൈമിന് അവൻ ഫാമിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഫാം ആക്ച്വലി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവനാണെങ്കിൽ ഉറങ്ങുന്ന രീതിയിൽ തന്നെ കിടക്കുവാണ്. അടുത്ത ദിവസം രാവിലെ ജിന്നും ജയും മായും ഒക്കെ നേരത്തെ തന്നെ കോളേജിലേക്ക് എത്തുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഫാമും വരുന്നുണ്ട്. എന്നാൽ വാൻ കൂടെ വരുന്നില്ല. അങ്ങനെ വാൻ എവിടെയാണെന്ന് ഇവർ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി അവനിപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ ഫാം പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ വാൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വാൻ വന്നോണ്ടേ തന്നെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ ജിന്നും ചെയ്യുമായും ഞങ്ങൾ കഴിച്ചു. പിന്നെ ഫാം ഇപ്പോൾ വന്നേ ഉള്ളൂ അവൻ കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല നിങ്ങൾ രണ്ടുപേരും പോയി കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഫാമിന് വാനിൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ആവശ്യമുണ്ട് നമുക്ക് ക്ലാസ്സിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫാം എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവർ തമ്മിൽ ശരിക്കും അടിയായതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ബാക്കി 3 പേർക്കും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ക്ലാസ്സിരിക്കുന്ന ടൈമിന് ഫാമിനെ കൊണ്ട് എങ്ങനെയെങ്കിലും മിണ്ടിക്കാനായിട്ട് വാനാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഫാം തിരിച്ച് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് വന്നിട്ട് എന്താണ് ഹെൽപ്പ് ചോദിച്ചത് അതൊക്കെ ചെയ്തു വെച്ച് കൊടുത്തിട്ട് അവൻ്റെ കാര്യം നോക്കി പോകുന്നുണ്ട്. പിന്നീട് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ എന്നൊക്കെ ജിന്നും ജയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ വാനിൻ്റെ കൂടെ പോവേണ്ടി വരുമല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് തന്നെ ഫാം താൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ വാൻ വന്ന് ഫാമിനെ തടങ്ങിയിട്ട് നിനക്ക് എന്താ വേണ്ടേ നമ്മുടെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കണം അത്രയല്ലേ ഉള്ളൂ എങ്കിൽ ഓക്കെ ശരി സമ്മതിച്ചു നമ്മുടെ ബോയ് ഫ്രണ്ട്സ് ആണ് ഞാനത് ആരുടെ വേണോ പറയുന്നത് നിനക്കിപ്പോൾ സമാധാനമായില്ല ഇനി വേറെന്താ വേണ്ടേ ഇനിയൊന്ന് വാതുറന്ന് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാമാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ട് നീ ഒരു റിലേഷൻഷിപ്പിലായത് ഇങ്ങനെ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. വേറെ സമയം സോറി ഞാൻ പെട്ടെന്ന് ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത് നീയാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്ക് ഇതൊക്കെ ഒന്ന് വിട്ടാണെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല ഫാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫാമാണെങ്കിൽ വാൻ ഞാൻ നിൻ്റെ അടുത്ത് സോറി കേട്ട് മടുത്തു ഇനി എനിക്ക് ഇതുപോലെ സോറിയും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനും പറ്റത്തില്ല എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ വാനാണെങ്കിൽ അവൻ്റെ പുറകെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ജിന്നും ജയും കൂടെ ആയിട്ട് വാനിനെ തടയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ട ഇപ്പം സംസാരിച്ചാൽ കൂടുതൽ അടിയാവത്തേ ഉള്ളൂ കുറച്ച് നോക്കിയായിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും മായിയാണെങ്കിൽ ജിന്നിന് മെസ്സേജ് ഇട്ടിട്ട് വാനാണെങ്കിൽ ഇന്ന് തൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ സമയം ഇക്കാര്യം ജിന്നാണെങ്കിൽ ജയിനോടും പറയുന്നുണ്ട് ഇതെന്താ എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ ഈ പ്രശ്നമൊന്നും ഇപ്പോഴൊന്നും സോൾവ് ആവത്തില്ലേ എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം രാവിലെ ജിന്നാണെങ്കിൽ അവൻ്റെ അമ്മയുടെ കടയിലേക്ക് വരുന്നതാണ്. എന്നാൽ വരുമ്പോൾ കാണുന്നത് അവൻ്റെ അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ദേഷ്യം വന്നിട്ട് അവൻ കടയ്ക്കകത്തേക്ക് കയറി പോകുന്നുണ്ട്. അമ്മയോട് അമ്മ ഇതെന്തായി ചെയ്യുന്നത് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അമ്മ അത് പിന്നെ ഞാനും നിൻ്റെ അച്ഛനും വീണ്ടും മീറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ എങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഇയാൾ നമ്മൾ ഇട്ടിട്ട് പോയതല്ലേ നമ്മളെ വേണ്ടാതെ കളഞ്ഞിട്ട് പോയതല്ലേ പിന്നെ എന്തിനാ ഇയാൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അച്ഛൻ മോനെ ഞാൻ പറയുന്നത്
കേൾക്കാനേ പറയുമ്പോൾ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്, നിങ്ങളെൻ്റെ അച്ഛനല്ല, ഞാൻ നിങ്ങൾ അങ്ങനെ കണക്കാക്കിയിട്ടേ ഇല്ല. അമ്മയ്ക്ക് എന്നെയാണോ വേണ്ടത് ഇയാളെയാണോ വേണ്ടത്, ഇയാളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജിന്ന് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ജിന്നിൻ്റെ കൂടെ തന്നെ ജയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജിന്നിങ്ങനെ ഇറങ്ങി പോകുന്ന കാണുന്നതും ജിന്നിൻ്റെ അമ്മയും പുറകെ പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജയാണെങ്കിൽ അവൻ കണ്ട സ്വപ്നത്തിലുള്ളത് പോലെയാണല്ലോ നടക്കുന്നത് എന്നൊരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. ജിന്ന് ദേഷ്യത്തിൽ അവൻ്റെ കാറിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അവൻ്റെ അമ്മയും ചെന്ന് കാറിൽ കയറുന്നുണ്ട്. ജിന്നുടനെ തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ജയാണെങ്കിൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ട്. ജയ ഇവരെ പുറകെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവനിത് കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. ഇവരടുത്തേക്ക് നേരെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ ജയ കാണുന്ന മറ്റൊരു സ്വപ്നമായിരുന്നു. ഈ ഒരു സ്വപ്നം കണ്ട് ജിന്നിനെ രക്ഷിക്കണം എന്നൊരു ചിന്തയിൽ ജയ ഉറക്കത്തിൽ നടന്ന് നേരെ ബാൽക്കണിയിൽ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവിടെ നിന്ന് അവൻ വീഴുമെന്നുള്ള സിറ്റുവേഷൻ ആവുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ജിന്ന് ചെന്ന് ജയിനെ പിടിക്കുന്നത്. ജയ ആ സമയം ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ജിന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിനക്കിപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയേനെ, നീ എന്താ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജയ പെട്ടെന്ന് അങ്ങനെ ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ ജിന്നിന് എന്തെങ്കിലും പറ്റിപ്പോവെന്നൊക്കെ കരുതിയിട്ട് ജിന്ന് നീ തന്നെയാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവനെ ഹഗ് ചെയ്ത് കരയുവാണ്. ജിന്ന ആ സമയം ഒന്നുമില്ല, കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ജയപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിന്നാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ജയിനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്, പിന്നെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ബൈ.